ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ച് നാളുകളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഇൻ്റർനെറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ഇൻ്റർനെറ്റ് കോൺട്രാക്റ്റ് ഒന്ന് മാറിയായിരുന്നു. അപ്പോൾ അവിടുത്തെ ആ കോൺട്രാക്ട് തീർന്നു കഴിഞ്ഞപ്പം പിന്നെ ഇവിടെ എന്തോ ഗ്ലാസ് ഫാസ്റ്റർ, അതായത് സ്പീഡ് ഇൻ്റർനെറ്റിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ എടുക്കാൻ വേണ്ടിയുള്ള ഇതിലാണ്. അതിൻ്റെ സാധനങ്ങളൊക്കെ വന്നു. പക്ഷേ അതെങ്ങനെയാണ് നമ്മൾ പിന്നെ ടെക്നിക്കൽ ഇല്ലാതെ ചെയ്യാൻ എനിക്ക് തന്നെ ചെയ്യാൻ അറിയത്തില്ല, ഉണക്കണ ചേട്ടായിക്കും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്തൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വരണം, വന്നു കഴിഞ്ഞ് അത് ഫിക്സ് ചെയ്താലേ നമുക്ക് വൈഫൈ കണക്ഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് സത്യത്തിൽ വീഡിയോ ഇടാൻ താമസിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒരു ഗോത്രൂ ഒരു പേപ്പറിൽ കൂടെ പോയി കണ്ടപ്പോൾ ഞാൻ മെട്രോ ന്യൂസ് കണ്ടപ്പോൾ അതിനകത്ത് ഒരു ന്യൂസ് കണ്ടു. നിങ്ങളിൽ പലരിലേക്കും അത് എത്തിയില്ല എന്നെനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. മറ്റുള്ള വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. നെറ്റും കണക്ഷനും പ്രോബ്ലം ഒക്കെ ഒന്ന് സോൾവ് ആയി കഴിഞ്ഞ് കഴിയുമ്പം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് നോക്കി വായിക്കാനാണ് പോകുന്നത്. നിങ്ങൾ നോക്കിയാണല്ലോ വായിക്കുന്നത്, പ്രിപ്പയർ ചെയ്യാതെ ആണല്ലോ എന്നൊന്നും പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് ഗുണകരം ആയാണ് എന്ന് എനിക്ക് തോന്നിയത് കാരണമാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നത് 90,000, ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ബെർലിനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ജർമ്മനി ഇന്ത്യക്കാർക്ക് അനുവദിക്കുന്ന തൊഴിൽ അവസരം അല്ലെങ്കിൽ വിസ ഈ കൊല്ലം 90,000 ആയി വർദ്ധിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തേന്തേലും വെച്ച് ഈ കൊല്ലം 90,000 വിസകളാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജർമ്മനി അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഫാമിലി വിസ വിഭാഗത്തിലേക്കുള്ള കോട്ടയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോണില്ല. പിന്നെ പറയുന്നത് വിദേശത്ത് താമസിക്കുന്നവർക്കായി ഓൺലൈനായി ജർമ്മനി തൊഴിൽ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള സൗകര്യം ഈ 2025 മുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും അടുത്തുള്ള ജർമ്മൻ കോൺസുലേറ്റുമായി അതെയോ എംബസിയുമായോ ബന്ധപ്പെട്ട് അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷയും ആവശ്യമായ രേഖകളും നൽകുക. ആവശ്യമായ രേഖകൾ സജ്ജമാക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കുമെന്നാണ് കേട്ടോ ഇവിടെ പേപ്പറിൽ പറഞ്ഞത്. ഇവയിൽ പലതും ജർമ്മൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും വേണം എന്നാണ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ജർമ്മനിയിൽ ജോലി ചെയ്യാനോ പഠിക്കാനോ കുടുംബവുമായി ചേരാനോ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ വിസ സേവനം 2025 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതെല്ലാവരും അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവർക്കായി പങ്കുവയ്ക്കുന്നതാണ് കേട്ടോ. ഇതും ഓൺലൈനിൽ കൂടെ നമുക്ക് അപേക്ഷിക്കാം. പിന്നെ പ്രതിവർഷം 4 ലക്ഷത്തോളം വിദഗ്ധ തൊഴിലാളികളുടെ കുറവാണ് ജർമ്മനി നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ദൈർഘ്യമേറിയ വിസ പ്രോസസ്സിംഗ് പ്രക്രിയ ലളിതമാക്കാനും ഉദ്യോഗസ്ഥ തലത്തിൽ അനുഭവപ്പെടുന്ന കാലതാമസം പരിഹരിക്കാനും ഓൺലൈൻ സംവിധാനം സഹായകമാകും എന്നാണ് പ്രതീക്ഷ. 2 വർഷം മുമ്പാണ് ഈ മാറ്റത്തിനായിട്ടുള്ള പരിപാടികൾ ആരംഭിച്ചിരുന്നത്. ഒരു വിസ അപേക്ഷയും 3 പൈലറ്റ് വിസ വിഭാഗങ്ങളും ആയിരുന്നു തുടക്കം കുറിച്ചിരുന്നത്. ജർമ്മനി ആകെ അനുവദിക്കുന്ന 28 വിഭാഗത്തിലേക്കുള്ള വിസയും ഇപ്പോൾ ഓൺലൈൻ വഴി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ വിദഗ്ധ തൊഴിലാളികളെ ജർമ്മനിയിൽ വിദഗ്ധ തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് അതുകൊണ്ട് ജർമ്മനി ശരിക്കും ഒരു പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിൽ ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും നിർമ്മാണ മേഖലയും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത്, മുതിർന്നവർക്കായിട്ടുള്ള പരിചരണം, വിദ്യാഭ്യാസം, ഗതാഗതം തുടങ്ങിയ മേഖലകളിലേക്കും ആൾക്ഷാമം പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ ആവില്ല. അതുകൊണ്ടാണ് അവർ കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതും. അതായത് ഈ ഓൺലൈൻ വിസ പ്രോസസ്സിങ് പിന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം ജർമ്മൻ റേഡിയോയിൽ കേട്ടതാണ്. നമ്മുടെ പിന്നെ അതായത് ഡൽഹിയിൽ
ഇവിടുത്തെ ജർമ്മൻ ചാൻസലർ അവരുടെ പ്രതിനിധികളൊക്കെ വന്നായിരുന്നു. അതുമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി അതിനായുള്ള കരാറുകളും കാര്യങ്ങളും ഒക്കെ അവർ ചർച്ച ചെയ്യുകയും അതിലേക്ക് ഡിസിഷൻസ് ഒക്കെ എടുക്കുകയും ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ ഈ നിലവിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഇലക്ഷൻ അതായത് ഈ മാസം 23-24 തീയതിയോടുകൂടി സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഈ മേഖലകളിലെല്ലാം അവർ ഒരുപാട് ക്ഷാമം അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥയെ ഈ തൊഴിലാളികളില്ലാത്തത് കൊണ്ട് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുപോലെ തന്നെ ആൾക്കാരെ, അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ, പ്രൊഫഷണൽസിനെ ഇന്ത്യയിൽ നിന്നും ഹയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജർമ്മൻ എംബസിയുമായി അല്ലെങ്കിൽ ജർമ്മൻ കോൺസുലേറ്റുമായി ബന്ധപ്പെടുക. എന്നിട്ട് അപേക്ഷകൾ ഓൺലൈനിൽ വയ്ക്കുക. അത് നിങ്ങൾ തന്നെ ഇൻട്രസ്റ്റ് എടുത്ത് പോയി അന്വേഷിക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അറിയേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ആഗ്രഹമുള്ളവർ ട്രൈ ചെയ്ത് നോക്കൂ. കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്തത്. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ. ഇങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങളിലേക്കും കൂടെ എത്തിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുതേ. ടാറ്റ, ബൈ ബൈ.